നമുക്ക് കുറെ സ്റ്റുഡൻസ് എൻക്വയറി ആയിട്ട് വരാറുണ്ട് ഈ ഫ്യൂച്ചറിലേക്കൊക്കെ നല്ല സ്കോപ്പ് ഉള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ അതിനെന്താ അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള റീപ്ലൈ കൊടുക്കുക? കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു സ്റ്റുഡന്റിന് കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില പേരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കുറച്ച് കാലം മുമ്പ് അല്ലെങ്കിൽ 1-2 വർഷം മുമ്പ് ഇന്ന കോഴ്സ് ചെയ്തിട്ടുണ്ട്, നല്ല ജോലിയിൽ കയറിയിട്ടുണ്ട്, നീയും ആ കോഴ്സ് ചെയ്തോന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു തെറ്റായ ധാരണ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ പഴയ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതൊക്കെ ഇപ്പൊ നമുക്ക് ആ ട്രെൻഡിങ് മാറിയിട്ടുണ്ടാവും. പഴയ കാലത്ത് ആഡ് ഓൺ ആയിട്ട്, അതായത് സിമ്പിൾ ആയിട്ട് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്ത പല കോഴ്സുകളും ഇപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് പഴയ കാലത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കോഴ്സുകൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മൾട്ടിമീഡിയ ആനിമേഷൻ പോലത്തെ കോഴ്സുകളൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വളരെ റെയർ ആയിട്ട് ഡിപ്ലോമ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പം വളരെ സ്കോപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് പബ്ലിസിറ്റി ആണെങ്കിലും കമ്പനികളാണെങ്കിലും അതങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണെങ്കിലൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു സമയമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ ആനിമേഷൻ ഫോട്ടോഷോപ്പ് അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ ട്രെൻഡിങ് മാറിയിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഫ്യൂച്ചറിലേക്ക്, അതുപോലെ AI ജനറേഷന്റെ കാലമാണ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് പോലത്തെ കോഴ്സുകൾക്കൊക്കെ ഇപ്പം ട്രെൻഡിങ് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊന്നും ഇത് അധികം സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് സാധ്യതയുള്ള കോഴ്സുകളും, അതുപോലെ തന്നെ നമുക്കിപ്പം പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളൊരു കോഴ്സ് എടുത്ത് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഫ്രീലാൻസ് ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മളൊരു കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് അവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വളരെയധികം എഫക്റ്റീവ് ആവും.